പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ 17-ാമത്തെ വയസ്സിലാണ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. എൻ്റെ ചെറുപ്പം മുതലൊരു ആഗ്രഹമുള്ളായിരുന്നു. എന്നറിയോ? ഒരു പൂജാരിയാകണം, പൂജ പഠിക്കണം. 6-ാമത്തെ വയസ്സിൽ ഞാൻ ഓർക്കുന്നുണ്ട്, വീടിൻ്റെ മുമ്പിൽ ഇച്ചിരി ദൂരത്തിലൂടെ പോകുന്ന ആ പുഴയിൽ പോയി മുങ്ങിക്കുളിക്കണം 4:30. എന്നിട്ട് ഈറൻ ഉടുത്ത് വേണം പൂജ പഠിക്കാൻ, പൂജ ചെയ്യാൻ. ഞാൻ 14 വയസ്സ് വരെയും അതിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. 14 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് SFIയിലുള്ള കൂട്ടുകാരൊക്കെ കിട്ടി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. അവരുടെ കൂടെ വൈകിട്ട് ഉച്ച കഴിഞ്ഞ് പാറത്തോട് സ്കൂള്, അതായത് ഇടുക്കിയിലുള്ള പാറത്തോട് സ്കൂള്, പണിക്കൻകുടി, പാറത്തോട്, കമ്പളികണ്ടം കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആ സ്കൂളിൽ അവിടെയുള്ള ടീച്ചർമാരിൽ കൂടുതലും പേരും അന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പം വൈകിട്ട് ചർച്ചാ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം, ടീച്ചറിൻ്റെ വഴക്കും കേൾക്കണ്ട. അങ്ങനെ പോയി ചർച്ചാ ക്ലാസ്സിലിരിക്കും. അവർ മനസ്സിനെ, ചിന്തകളെ ശരിക്ക് സ്വാധീനിക്കാൻ കഴിവുള്ള വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ വിശ്വാസം എല്ലാം അങ്ങ് പോയി. എനിക്ക് തോന്നുന്നു ദൈവമൊന്നുമില്ല. വിളക്ക് കത്തിക്കുമ്പം എവിടെന്നാ തീ വരുന്നേ? അത് ഊതിക്കെടുത്തുമ്പോൾ വായുവിലേക്ക് അങ്ങ് പോവും. അതുപോലെ നമ്മൾ ഉണ്ടാകും, അതുപോലെ വായുവിലേക്ക് ലയിച്ചു പോവും. അവർ പറഞ്ഞു തന്ന സിദ്ധാന്തങ്ങൾ ദൈവമില്ലെന്ന് ഊട്ടിയുറപ്പിക്കുന്നതാണ്. ഞാൻ ദൈവമില്ലെന്ന് പറയാൻ തുടങ്ങി. ദൈവമില്ലെങ്കിൽ പിന്നെ എന്തും ചെയ്യാലോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടക്കാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും ഒരു തലവേദനയായി, വീട്ടിലൊരു ഭാരമായി തീർന്നു. 16-17 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും, 16 വയസ്സ് കഴിഞ്ഞപ്പോൾ, 15 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇഷ്ടത്തിന് നടക്കാൻ തുടങ്ങി. പഠിക്കുന്നൊന്നുമല്ല ബുദ്ധി, പണം ഉണ്ടാക്കണം. അങ്ങനെ ചെറിയ 10-15 വയസ്സായപ്പോൾ മുതൽ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങി. പണം ഉണ്ടാക്കണം, ക്യാഷ് എപ്പോഴും വേണം. വെറും കൂട്ടുകാരുടെ കൂടെ കൂടി രാത്രി പോയി പനയെ കയറി കള്ളെടുത്ത് കുടിക്കാൻ തുടങ്ങി. ചാരായം കുടിച്ചാൽ തേയാതായിപ്പോൾ മനസ്സ് മടുത്തു. അമ്മ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയിട്ട് തിരിച്ചു വന്നു. അമ്മ എന്നോട് പറഞ്ഞു, മോനെ, കരഞ്ഞോണ്ട് എന്നോട് അമ്മച്ചി പറഞ്ഞു, മോനെ, നിനക്ക് ദൈവത്തെ പേടിയില്ല, നിനക്ക് അമ്മേനെയും അപ്പനെയും പേടിയില്ല, നാട്ടുകാരെയും പേടിയില്ല. കാലത്ത് മിക്ക ദിവസങ്ങളിലും വീടിൻ്റെ മുമ്പിൽ നിന്ന് മാഷ്ടം പറിച്ച ഈ ചെത്തുകാരൻ വന്ന് വഴക്കുണ്ടാക്കും. എൻ്റെ പെങ്ങൾ എന്നോട് ചോദിച്ചു, എടാ, നിന്നെക്കുറിച്ചൊരു നല്ല വാക്ക് കേട്ടിട്ട് ചാവാൻ പറ്റുമോ? അപ്പം യേശു ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു ദിവസം സിനിമയ്ക്ക് പോകുന്ന ദിവസം, വെള്ളിയാഴ്ച എല്ലാ ദിവസവും സിനിമയ്ക്ക് പോകും. 2-3 സിനിമ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അമ്മച്ചിയോട്, അവന് ചോറ് കൊടുക്കരുത്, അവന് ചന്തേ കറങ്ങുന്നവനാ, അവന് വീട്ടിൽ വരുമ്പോൾ ചോറ് കൊടുക്കരുത്. പക്ഷേ ഞാൻ വീട്ടിൽ വരുമ്പോൾ അമ്മച്ചി പുറകിലെ വാതിൽ തുറന്നിട്ട് ചോറെടുത്ത് തന്നിട്ട് പറയും, മോനെ, നിന്റെ തല പൊങ്ങി തുടങ്ങിയപ്പം, അമ്മച്ചി പറയുന്ന വാക്ക് അങ്ങനെ തന്നെയാണ്, നിന്റെ തല പൊങ്ങി തുടങ്ങിയപ്പം എനിക്കൊരു പിടി ചോറ് സമാധാനത്തോടെ കഴിക്കാൻ പറ്റുന്നില്ലോടാ. അമ്മച്ചി നിന്ന് കരയും. ഒരു അമ്മച്ചി എന്നോട് ചോദിച്ചു, നിന്റെ ജീവിതം എന്നാകും? നീ ദൈവത്തെ ഭയപ്പെടണ്ടേ? ഞാൻ പറഞ്ഞു, ദൈവം എവിടെ അമ്മച്ചി? ഞാനതിന് ശേഷം സിനിമയ്ക്ക് പോകുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചേച്ചി, ലിസേച്ചി, യേശുവിനെ കുറിച്ച് പറയുന്ന ലിസേച്ചിയാണ്, എന്നോട് പറഞ്ഞു യേശുവിനെ കുറിച്ച്. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഹിന്ദുക്കളെയൊക്കെ ക്രിസ്ത്യാനികളാക്കുന്നവരാ, നിങ്ങളെയൊക്കെ തട്ടിയെങ്കിൽ ഈ നാട് നന്നാവത്തുള്ളൂ. ഒരു കമുങ്ങിൻ്റെ ചോട്ടിൽ നിന്നോട്ട് ഇങ്ങനെ താഴെ ഞാൻ നിൽക്കുക, എന്നോട് ഇങ്ങനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നവരോടാ ആദ്യം ദൈവം പിടിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ യേശുവിന് അത്രയും വലിയ കൈയുണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ച് കാണട്ടെ, നിന്നെ ദൈവം പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ
സിനിമയ്ക്കും പോയി. ലിസേച്ചി അവരുടെ വീട്ടിലേക്കും പോയി. പിറ്റേ ദിവസം ഈ ലിസേച്ചിയുടെ ഭർത്താവ് ജോർജേട്ടൻ, വാഴക്കുളത്തുള്ള ജോർജേട്ടൻ, ഞങ്ങളുടെ ഹൈറേഞ്ചിൽ അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന അവിടെ വന്നു. കശുമാവയിൽ നിന്ന് കശുവണ്ടി പറിക്കുക. കശുവണ്ടി പറിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ആ റോഡിൽ നിന്നുകൊണ്ട് താഴെയാ കശുമാവ്. ഞാൻ പറഞ്ഞു, ജോർജേട്ടാ, ഈ ഇല്ലാത്ത ദൈവത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതേ പാവമാണ്. ദൈവം എവിടെയാ? ഇല്ലാത്ത ദൈവത്തെക്കുറിച്ച് ജോർജേട്ടൻ പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഞങ്ങൾ 3 മണിക്കൂർ ആ കശുമാവയിലിരുന്ന് സംസാരിച്ചതിന് ശേഷം അവസാനം ചോറുണ്ണാനായിട്ട് ജോർജേട്ടനെ വിളിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ജോർജേട്ടാ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ കശുമാവിൻ്റെ ശിഖരത്തെ പിടിച്ചു നിന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ജോർജേട്ടനോട് പറഞ്ഞു, ഇനിയെങ്കിലും നിർത്തി ജോർജേട്ടാ ഈ മനുഷ്യരെ ചതിക്കുന്നത്. ജോർജേട്ടൻ എന്നോട് താഴേക്ക് നോക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞു, ബിജു, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അനുഭവിക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ പെട്ടെന്ന് ജോർജേട്ടനോട് ചോദിച്ചു, അന്ന് ആ ദൈവത്തെ എനിക്കൊന്ന് കാണിച്ചതാ ജോർജേട്ടാ, ഞാനും വിശ്വസിക്കാം. ഞാൻ ചെറുപ്പം മുതൽ പൂജ പഠിച്ചതാ, ചെയ്യാൻ പോയതാ, അങ്ങനെ ആകാനിരുന്നത്. എവിടെയാ ദൈവം? ഒന്ന് കാണിച്ചതാ, ഞാനും വിശ്വസിക്കാം. ജോർജേട്ടൻ ശാന്തമായി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ബിജു, ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം നിന്നെപ്പോലെ ഒരു മനുഷ്യനല്ല. നിന്നോട് വന്ന് ഗുസ്തി പിടിക്കത്തില്ല ദൈവം. നീ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി, ദൈവമേ നീ ഉണ്ടെങ്കിൽ ഒന്ന് അനുഭവിക്കാൻ ഒരു അവസരം തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നിനക്ക് അനുഭവിക്കുവാൻ 10 ദിവസത്തിനുള്ളിൽ ഒരു അവസരം തരും. ജോർജേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, ബിജു, വെള്ളം ഒരിക്കലും മുകളിലേക്ക് ഒഴുകത്തില്ല, അത് താഴേക്ക് ഒഴുകത്തുള്ളൂ. നിന്നെ തന്നെ ഇന്ന് താഴ്ത്തി. ഇന്ന് ജോസ് ചായൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു കൊന്നമരം നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ പഴയ കാലം ഓർത്തു. എൻ്റെ വീടിൻ്റെ പുറകിലൊരു കൊന്നമരമുണ്ട്, വലിയൊരു കൊന്നമരമാണ്. ആ കൊന്നമരത്തിൻ്റെ ചോട്ടിൽ ഒരു കല്ലുണ്ട്. ആ കല്ലേൽ ഇങ്ങനെ ഞാൻ പോയിരുന്നു. അന്ന് ഞാനിങ്ങനെ നടന്ന് കല്ലിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഓർത്ത്, ദൈവം ഉണ്ടായിരിക്കുമോ? ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? വീട്ടിൽ 41 ദിവസത്തെ നിത്യപൂജ നടക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന ദിവസങ്ങൾ, ഹോമങ്ങൾ നടക്കുന്ന ദിവസങ്ങൾ. ഞാൻ ദൈവത്തെ അനുഭവിച്ചിട്ടില്ല. ഈ മന്ത്രങ്ങളും തന്ത്രങ്ങളും പൂജകളും വിധികളും എല്ലാം കണ്ടു, പക്ഷെ ദൈവത്തെ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇനി ഉണ്ടോ ദൈവം? ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? അവര് പറയുന്ന യേശുവാന്ന്, ഇവര് പറയുന്ന ശിവനാ, അയ്യപ്പനാന്ന്. ആരായിരിക്കും ദൈവം? ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ടോ? പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടോ? ആ ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിൽ അപ്പുറത്തേക്ക് എന്താ ലാഭം? ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണിൽ ഇങ്ങനെ കണ്ണുനീരൊഴുകും. എനിക്കിന്ന് ഓർമ്മയുണ്ട്. ഞാൻ ഇങ്ങനെ തുടച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ നീ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിന്നെ അനുഭവിക്കാൻ ഒരു അവസരം താ, എൻ്റെ ജീവിതം മുഴുവൻ നിനക്ക് തരാം. ഞാൻ പറയട്ടെ, എൻ്റെ ഉള്ളിൽ നിന്ന് ആ പ്രാർത്ഥന പോകുന്നില്ല. 3 ദിവസം, അത് ശനിയാഴ്ച, ഞായർ, തിങ്കൾ, ഈ 3 ദിവസം ഇതെൻ്റെ ഉള്ളിൽ കിടക്കുക. ദൈവമേ നീ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിന്നെ അനുഭവിക്കാൻ ഒരവസരം എന്താ? അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്നില്ലേ? കണ്ടെത്തും കേട്ടോ. പ്രൈസല്ലോ, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു ദൈവം ഉണ്ട് കേട്ടോ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. കഥയൊന്നുമല്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ചൊവ്വാഴ്ച ഞാനൊരു വിവാഹത്തിന് പോയി. പണ്ടത്തെ കാലത്തൊന്നും വിവാഹം നടക്കുമ്പോൾ ഇന്നത്തെ പോലെ ഈ ഹാളിലൊന്നും അല്ലല്ലോ നടക്കുന്നേ. വീടിന് മുമ്പിൽ പന്തലൊക്കെ ഇട്ട്, ഓർമ്മയുണ്ടോ ആ കാലം? അയലക്കത്തുനിന്ന് സാരിയൊക്കെ, പഴയ സാരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് മറയ്ക്കും. അല്ലാണ്ട് പന്ത് ഇന്നത്തെ പോലെ വെള്ള തുണിയൊന്നും വിരിക്കാനും മേടിക്കാനൊന്നും അന്നത്തെ കാലത്തില്ല. ഓല വെച്ച് മറച്ചിട്ട്, തെങ്ങോലയോ പനയോലയോ വെച്ച് മറച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ, ഞങ്ങളുടെ ഹൈ റേഞ്ചിലൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ അങ്ങനെ അവരെ ഒന്ന് സഹായിക്കാൻ ഓർത്ത് രാത്രി 2 മണിയായി. ചോറൊക്കെ കൊണ്ടിട്ട് 2 ടേബിൾ ഇങ്ങനെ ഇട്ടിട്ട്
ആ 2 ടേബിളിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ മൊട്ടുസൂചി ഇങ്ങനെ എടുത്ത് വായി വെച്ചിട്ട് ഞാൻ ആ റൗണ്ട് ഇങ്ങനെ അലങ്കരിക്കുക. ചെറുക്കനും പെണ്ണൊക്കെ താഴെ ഇരിക്കണം. ഞാനിങ്ങനെ അലങ്കരിച്ചുകൊണ്ട് ആ വട്ടം കഴിഞ്ഞു, ആ റൗണ്ട് കഴിഞ്ഞു. ഈ റൗണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ വായിൽ നിറച്ച് മൊട്ടുസൂചിയുണ്ട്. അന്ന് ഈ ടൈറ്റുള്ള ഷർട്ടിൻ്റെ ഫാഷനാണ്. ഞാനതെല്ലാം ഈ മുട്ടുസൂചി എല്ലാം കൂടെ എടുത്ത് വായി വെച്ചു. എന്നിട്ട് ആ റൗണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് ചാടി ഇങ്ങനെ വലിച്ചതാ. ഈ മുട്ടുസൂചികൾ മുഴുവൻ തൊണ്ടേ പോയി കുരുങ്ങി. കൈയിട്ട് നോക്കി, ഛർദ്ദിച്ചു നോക്കി, പോകുന്നില്ല. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി. ഞാൻ ആ വീടിൻ്റെ തെക്കേ ചെരുവിൽ എന്ന് പറയുന്നൊരു വീട്ടുകാരാണ്. അവരുടെ വീടിൻ്റെ പുറകിലുള്ളൊരു തെങ്ങുണ്ട്. ആ തെങ്ങിൻ ചെന്തെങ്ങ്, ആ ചെന്തെങ്ങിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുക. ഉമിനീരിറക്കാൻ പറ്റുന്നില്ല. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കൈ വീണ്ടും വീട്ടിലിട്ട് നോക്കുമ്പോൾ ആ മുട്ടുസൂചിയെ ചെന്ന് കൈ തട്ടും, പക്ഷേ പോകുന്നില്ല. എത്ര ഉള്ളിലേക്ക് പോയി എനിക്കറിയത്തില്ല. ഇത്രയും ഉണ്ടായിരുന്നു ഒരു പിടുത്തം. ഞാൻ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിപ്പം ജോർജിയേട്ടൻ പറഞ്ഞ് യേശുവിനെ കുറിച്ച് ഓർത്തു. അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു യേശു ഉണ്ടെന്ന്, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ വായി തുറന്ന് ഇങ്ങനെ പറഞ്ഞു, യേശുവേ നീ ദൈവമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യുക. ഹല്ലേലൂയ. നീ ദൈവമാണെങ്കിൽ ഒന്ന് പ്രവർത്തിക്കുക. കുറച്ച് നേരം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ വാ നിറച്ചുമ്മനീര് നിറയുക. ഞാനിങ്ങനെ തുപ്പാൻ നോക്കിയപ്പം ഇറങ്ങിപ്പോയി. പെട്ടെന്ന് വേദന എടുക്കുന്നില്ല. ഓടിച്ചെന്നിട്ട് ഒരു പഴം എടുത്തിട്ട് മുറിച്ചിട്ട് ഞാൻ വിഴുങ്ങി. വേദന എടുക്കുന്നില്ല. 37 വർഷം കഴിഞ്ഞാൽ മൊട്ടുസൂചികൾ എവിടെ പോയി നിന്നും എനിക്കറിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ എന്തോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചുരുക്കി പറയട്ടെ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നോട് ദൈവം ദയ കാണിച്ചു. എനിക്ക് മനസ്സിലായി യേശു ജീവിക്കുന്ന ദൈവമാ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പൂജിച്ചു പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഞാൻ നിലവിളക്ക് കത്തിച്ച ദൈവമല്ല. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉടയവനായി ഒരുവനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ദിവസങ്ങൾക്ക് ശേഷം ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് ഓരോന്ന് ഉത്തരം ലഭിച്ചു. ഒരു ദിവസം രാത്രി ഒറ്റയ്ക്ക് എൻ്റെ വരാന്തയിൽ മുട്ടുകുത്തി ഞാൻ കൈ ഉയർത്തി പറഞ്ഞു, കർത്താവേ, ഇനി എനിക്കൊരു ചോദ്യമില്ല, നീ ജീവിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലായി. എന്നെ നീ വഴി നടത്തണമേ. എൻ്റെ ജീവിതത്തെ നിനക്ക് വേണ്ടി സമർപ്പിക്കും. എവിടെ നീ അയച്ചാലും ഞാൻ പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥനയ്ക്ക് അതൊക്കെ വലിയ അത്ഭുതങ്ങളാണ്. എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി? ദൈവം പിടിച്ചു നടത്തിയ പോലെ എന്നെ കൊണ്ടുപോയി. ഞാൻ പറയട്ടെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവർ രക്ഷിക്കപ്പെട്ടു. നമ്മൾ മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരാ, പോണം, പറയണം. ഹല്ലേലൂയ. വാ തുറക്കണം. ഹല്ലേലൂയ. വായി തുറന്ന് എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരാ, അവരുടെ വീട്ടിൽ പോകണം, നമ്മൾ പറയണം, നിന്നെ ഏൽക്കണം. ഹല്ലേലൂയ. നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോകാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. നിന്ന ചുമക്കുന്നവരിലൂടെയാണ് ഹല്ലേലൂയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. വീര്യപ്രവൃത്തികൾ നടക്കുന്നവരിലൂടെയാ നാം ഓരോരുത്തരും പ്രവൃത്തി ചെയ്യുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, എവിടെ പോയിടാ? ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് പോയതാ. അപ്പം അവർ പറഞ്ഞ വാക്ക് എല്ലാവരും ചിരിച്ചു. പെങ്ങന്മാരും ചേട്ടനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അവൻ ഇത്രയും നാളും പൂജാരി ആവാനായിരുന്നു, ഇപ്പൊ കത്തനാവരാവാൻ നടക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി. ആദ്യമൊക്കെ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്പലത്തിൽ നിന്ന് ആളുകൾ വന്നു. അവർ തടയാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, നിന്നെ എവിടെ വേണമെങ്കിലും വിട്ട് പഠിപ്പിക്കാം, നീ പൂജ പഠിക്കണമെന്ന് ആഗ്രഹമല്ലേ? അതുവരെ എന്നെ പൂജ പഠിപ്പിക്കണമെന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേവർക്ക് എന്നെ പൂജ പഠിപ്പിക്കണം, എന്നെ വലിയവനാക്കണം, വലിയ ആഗ്രഹങ്ങളാണ്. പക്ഷേ യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. ഞാൻ അവരോട് പറഞ്ഞു, ഇനി എനിക്കൊന്നും അറിയണ്ട, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും.
എന്നോട് പറഞ്ഞു, അല്പൻ അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കും. ഞാൻ പറഞ്ഞ അർത്ഥം കിട്ടിയോണ്ടല്ലേ കുട പിടിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ദിവസം അമ്പലക്കാരുടെ നിർബന്ധം ആയിരിക്കാം, അച്ഛൻ എന്നോട് പറഞ്ഞു, ഇത് ഹിന്ദുക്കളുടെ വീടാ, ക്രിസ്ത്യാനികൾക്കൂടെ സ്ഥാനമില്ല, നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. എൻ്റെ മുതൽ ഒരു 10 പൈസ ഞാൻ നിനക്ക് തരത്തില്ല. എൻ്റെ ബൈബിള് അവിടെ ഇരുന്നതെടുത്ത് വലിച്ചീറി കളഞ്ഞു, എൻ്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു, പുസ്തകങ്ങളെടുത്ത് വലിച്ചെറിഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ, ഇതൊക്കെ വാങ്ങിക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കും. എൻ്റെ കയ്യിലൊരു ബൈബിൾ ഉണ്ടായിരുന്നു, അത് പിടിച്ചു വാങ്ങിക്കാൻ നോക്കി, ഞാൻ കൊടുത്തില്ല. എന്നോട് പറഞ്ഞു, ഇപ്പം നിനക്കിറങ്ങാം. മഴ പെയ്യുന്നൊരു രാത്രിയാണ്. രാത്രി 9 മണി കഴിഞ്ഞു. ഹൈ റേഞ്ചിൽ നല്ല ഇരുട്ടാണ്. എവിടേക്ക് പോകണമെന്ന് എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞു, ഇപ്പം നിനക്കിറങ്ങാം, ഇല്ലെങ്കിൽ ഇത് കത്തിച്ച് കളയാം. ഞാൻ പറഞ്ഞു, സ്വർഗത്തിലൊരു പിതാവുണ്ട്, ആ പിതാവിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റും. എൻ്റെ ബൈബിൾ എൻ്റെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് ലുങ്കിയും ഷർട്ടും 16 രൂപ 20 പൈസയുണ്ട് പോക്കറ്റിൽ. അതുമായിട്ട് ഞാൻ പടി ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഓർത്തു, എങ്ങോട്ട് പോകും? 17 പൈസയേ ഉള്ളൂ. ആരെന്നെ നോക്കും? എവിടെ കിടക്കും? ആ മഴ നനഞ്ഞിങ്ങനെ നടന്ന് ഒരു കൊടപ്പനയുടെ ചോട്ടിൽ നിന്ന് ഒരുപാട് നേരം കരഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, തിരിച്ചു പോയിട്ട് പറ അച്ഛനോട്, തെറ്റുപറ്റിപ്പോയി, ഇനി പോകത്തില്ല എന്ന്, നിനക്ക് വീട്ടിൽ കിടക്കാലോ. പെട്ടെന്ന് ആരും എൻ്റെ അടുത്ത് നിന്ന് പറയുന്നത് പോലെ കലപ്പയിൽ കൈ വെച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുന്നവനാരും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഞാൻ ബൈബിൾ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എൻ്റെ വലംകരം ഉയർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ കയ്യെ പിടിച്ചോളണമേ. ഹല്ലേലൂയ. 37 വർഷം കഴിഞ്ഞു, ആ യേശു എൻ്റെ കൈ വിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നെ ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ ദൈവം അനുവദിച്ചില്ല. ഞാൻ ഒരു ദിവസം ഒരു ചർച്ചിൽ പോയി എന്നോട് പറഞ്ഞു, സാക്ഷ്യം പറയാൻ എനിക്കറിയാവോ? ഞാനിങ്ങനെ എല്ലാവരും എന്നെ നോക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നപ്പം മുമ്പിലൊരു ചെറുപ്പക്കാരൻ ഇരിക്കും, ഇങ്ങനെ കൈകൾ അടിച്ചിട്ട്. പ്രവചനം ഞാൻ കേട്ടിട്ടില്ല. എന്നോട് പറഞ്ഞു, മകനെ, നീ എൻ്റെ വേലയ്ക്കായി ഒരുങ്ങിക്കൊള്ളുക. നീ അറിയാത്ത ദേശത്തേക്ക് ഞാൻ നിന്നെ അയക്കും. നീ പറയാത്ത ഭാഷകൾ നീ പറയും. ജാതികളും വംശങ്ങളും നിന്റെ പിന്നാലെ വരും. എൻ്റെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വഴക്കും കൂടി തെറിയും പറഞ്ഞ് നടന്ന എൻ്റെ പിന്നാലെ, കള്ളും കുടിച്ച് മാട്ടവും പറിച്ചിറന്ന് എൻ്റെ പിന്നാലെ നല്ലവനാകൂ. പ്രാർത്ഥന കഴിഞ്ഞപ്പം MC തോമസ് പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോനെ, കഞ്ഞി കുടിക്കുക. അന്നൊക്കെ എല്ലാം പാവപ്പെട്ടവരാ. പാസ്റ്റർ വീട് ഒരു പുല്ല് മേഞ്ഞ വീട്ടിൽ തറയിൽ വരാന്തയിൽ ഞാനും കഞ്ഞി കുടിക്കാനിരുന്നു. കഞ്ഞിയാണ്, ചോറൊന്നുമല്ല. ആ കഞ്ഞി കുടിക്കുന്ന സമയത്ത് MC തോമസ് പാസ്റ്റർ എന്നോട് ചോദിച്ചു, ബിജുവിനും എല്ലാം മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ബിജു ഒത്തിരി ഭാഷ പഠിക്കുന്നു, ഒരുപാട് ദേശത്തേക്ക് പോകുന്നു, എനിക്ക് ഇടുക്കിയല്ലാതെ ഒന്നും അറിയില്ല. എന്നോട് പറയാം, നീ അനേക ദേശത്തേക്ക് പോകും എന്നാ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നേ. ഞാൻ ആ കഞ്ഞിയും കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ചിന്നാറിലൊരു വാടകയ്ക്ക് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാരണം ഒരു കൊച്ചപ്പച്ചേട്ടൻ തന്ന ഒരു വീടുണ്ട്, അതിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാൻ ഓർത്തു, ഞാൻ എങ്ങനെ ഭാഷ പഠിക്കാനാ? എനിക്ക് മലയാളത്തിൽ അപ്പുറമൊന്നും അറിയത്തില്ലല്ലോ. പല ഭാഷകൾ പഠിക്കുമെന്ന് പറഞ്ഞത് എങ്ങനെ സംഭവിക്കാനാ? പെട്ടെന്ന് ഞാൻ ഓർത്തു, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എനിക്ക് രാജീവ് എന്ന് പറഞ്ഞ ചെറുക്കനാ എൻ്റെ കയ്യിൽ ഇംഗ്ലീഷിൻ്റെ പേപ്പർ കൊണ്ട് തന്നെ. ശശീധരൻ സാർ അന്നത്തെ ടീച്ചർ. ആസൂണാസും ആസുവല്ലാസൊക്കെ പഠിപ്പിച്ചത് ഇങ്ങനെ ഓർമ്മയുണ്ട്, പക്ഷെ എഴുതാൻ അറിയത്തില്ല. 6 മാർക്ക് കിട്ടി. ഞാൻ ആ മാർക്കും തെങ്ങേ ചാരി നിന്ന് ഓർത്തു, എങ്ങനെയാടാ ഇത്രയും മാർക്ക് കിട്ടിയേ?
പ്രേക്ഷലോ, സാറിന് തെറ്റ് പറ്റിയോ? പ്രേക്ഷലോ, ഞാൻ ക്വസ്റ്റ്യൻ എഴുതി വെച്ച് എനിക്ക് എന്നോടാ പറയുന്നത് നീ പല ഭാഷ പഠിക്കുമെന്ന്. പ്രേക്ഷലോ, വിദേശത്ത് പോയി പഠിക്കുന്ന സമയത്ത് പ്രേക്ഷലോ ഏറ്റവും ഉന്നതമായ മാർക്ക് മേടിക്കുമ്പം പ്രവചിച്ച പ്രവചനങ്ങൾ ഞാൻ ഓർത്തു. പ്രേക്ഷലോ, ഗ്രാമങ്ങളിലൂടെ നടന്ന ആയിരങ്ങൾക്ക് സ്നാനം കൊടുക്കുന്ന സമയത്ത് അന്ന് പറഞ്ഞ ഹല്ലേലൂയ, ആ പുല്ലുമേഞ്ഞ് ഹല്ലേലൂയ ആ ചർച്ചിൽ വെച്ച് പറഞ്ഞ പ്രവചനം ഞാൻ ഇന്നും ഓർക്കും. ഇന്ന് ഞാൻ പറയും, സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ ഏറ്റെടുത്ത് നടന്നാൽ അത് നമ്മുടെ ജീവിതത്തിലൂടെ നടക്കുന്നത് നമുക്ക് കാണാം. ഹല്ലേലൂയ. പ്രവചനം ഏറ്റെടുത്തുകൊണ്ട് കേട്ടുകൊണ്ട് കൈയടിച്ച് വീട്ടിൽ പോകുകയല്ല, ഇറങ്ങി നടക്കണം. ദേശത്ത് നെടുകയും കുറുകയും നടന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ നന്മ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ പ്രവചനത്തിന്റെ ശബ്ദം നമ്മളിലൂടെ വെളിപ്പെടുന്നത് സ്വർഗത്തിലെ ദൈവം കാണിച്ചു തരും. ദേശത്ത് നെടുകയും കുറുകയും നടക്കണം. ഹല്ലേലൂയ. നടക്കുന്നവരെയാണ് ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാട്ടത്തികളെ പറിച്ചു കളയണം. Praise the Lord. Hallelujah. Hallelujah. ഞാനും ജോസാനിങ്ങളുടെയും ഒരു 400-ലധികം സുവിശേഷകർ ഒരുക്കിയെടുത്തു. ഒരിക്കൽ ജോസാൻ ഒരു പുസ്തകം വായിച്ചു. ഹിറ്റ്ലറുടെ കാലത്ത് യഹൂദന്മാരെ വിലക്ക് വിൽക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് ഒരു മനുഷ്യൻ തൻ്റെ ധനം മുടക്കി ഈ യഹൂദ തടവുകാരെ വാങ്ങിക്കുമായിരുന്നു. ഈ തടവുകാരെ വാങ്ങിച്ച് രക്ഷിക്കും. അദ്ദേഹം ആയിരക്കണക്കിന് തടവുകാരെ രക്ഷിച്ചു. അതിനുശേഷം മരിക്കാറാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്നേഹിതരോ അദ്ദേഹത്തെ കരുതുന്നവരെ വന്ന് ചോദിച്ചു, ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇനി എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. എൻ്റെ ഈ വീടും കൂടെ വെറ്റിരുന്നെങ്കിൽ കുറച്ച് പേരെയും കൂടെ എനിക്ക് വാങ്ങിക്കാമായിരുന്നു. ഇനി എനിക്ക് ഈ വീട് കൊണ്ട് ഒരു പ്രയോജനമില്ല. ജോസാൻ ഡൽഹിയിലുള്ള പല വീടുകളുണ്ടായിരുന്നു. 12 സ്ഥലം ഉണ്ടായിരുന്നു. ഇന്ന് കോടികളായിരുന്നു. അത് ഓരോന്ന് വിറ്റിട്ട് ഞങ്ങൾ ബൈബിൾ സ്കൂളിന് വേണ്ടിയിട്ട് ഗ്രാമങ്ങളിൽ 50 പേരെ 80 പേരെ 20 പേരെ ട്രെയിനിങ് ചെയ്തു. അവരൊക്കെ 100 കണക്കിന് 1000-കണക്കിന് വിശ്വാസികളെ നടത്തുന്ന ദൈവദാസന്മാരായി മാറി. നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങിയ നമ്മൾ ബാങ്കിൽ, ഞാൻ ചിലപ്പോൾ ഓർക്കും, ബാങ്കിലിടുന്ന പൈസ കൊണ്ട് എത്ര ആത്മാക്കളെ നേടാമെന്നറിയോ? അതെല്ലാം സ്വർഗത്തിൽ നമുക്ക് ധനമായി തീരും, നമുക്ക് നന്മയായി തീരും. നമ്മൾ ഇറങ്ങി നടക്കണം. ആരെ നോക്കി? വിശ്വാസത്തിൽ വരാത്തവരെ നോക്കി നടക്കണം. ഞാൻ അന്ന് പറഞ്ഞു, കർത്താവേ, നിന്നെ ഒന്ന് അനുഭവിക്കാൻ എനിക്കൊരു അവസരം തന്നാൽ ഞാൻ പുറകോട്ടോ മുമ്പോട്ടോ പോകില്ല. ഞാൻ ഗ്രാമത്തിലൂടെ നടക്കാം, ഞാൻ ഗ്രാമത്തിലൂടെ പോകാം. ഭാഷ അറിയാത്ത ഞാന് കാക്കിനാട എന്ന് പറഞ്ഞ സ്ഥലത്ത്, ശെലപ്പാക്ക, കാക്കനാടല്ല, കാക്കിനാട, രാജമണ്ഡ്രിയുടെ അപ്പുറം, അവിടെ ആദ്യമായിട്ട് പ്രവർത്തനത്തിന് പോകുന്നത്. ഗ്രാമം കൈകൊണ്ട് വാരി തരുന്നേ, കൈകൊണ്ട് തൊടുന്നത് എനിക്ക് തിന്നാൻ അറപ്പാ. ഒരു ദിവസം എൻ്റെ അമ്മ കറി വിളമ്പി തന്നിട്ട് പാത്രത്തിൽ ഇങ്ങനെ ഈ വിരലൊന്ന് മുട്ടി ആ കറിപ്പാത്രം എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ എറിഞ്ഞ് അത് അമ്മ കരഞ്ഞ് ഞാൻ ഓർത്തു. അവർ വാരിത്തരും. അന്ന് ഞാൻ ഓർത്തു, കണക്ക് തീർന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. അന്ന് അമ്മയുടെ കണ്ണുനീരിന് ഇന്ന് കണക്ക് തീർന്നല്ലോ. ഈച്ച ഒരു കൈ കൊണ്ട് ഓടിച്ചുകൊണ്ട് വേണം കഴിക്കാൻ. ഒരു ദിവസം ചായ, ഇത്രയും ചെറിയ ഗ്ലാസ്സിൽ ചായ കറത്തിരിക്കുക. ഞാനിങ്ങനെ നോക്കി, ഞാനിങ്ങനെ പയ്യെ ആരും കാണാതെ ഇങ്ങനെ എറിഞ്ഞു കളഞ്ഞു. ഈ ചായ എങ്ങനെ കുടിക്കും? ഗ്രാമത്തിൽ കിടക്കുന്ന എവിടെയാണെന്നറിയോ? ഒരു ചാക്ക് കിട്ടും മണലില്. എനിക്കിങ്ങനെ മുടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. കാലത്ത് എഴുന്നേറ്റ് മുടി ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മണൽ കളയണം. കിടക്കാനൊരു സ്ഥലമില്ല. പകല് ഒരു മാവുണ്ട്, ആ മാവേ കയറി ഇന്ന് കരി. വീട്ടുകാരെ ഓർക്കും. 17 വയസ്സേ ഉള്ളൂ.
അന്നേരം ദൈവം ധൈര്യം തരും. ചിലപ്പോൾ ഓർത്തണ്ട് ഒരു നേരമെങ്കിലും വയറ് നിറച്ച് കഴിച്ചിട്ട് മരിച്ചാൽ മതി. പക്ഷേ പിടിച്ചു നിൽക്കാൻ ദൈവം ഭാഗ്യം തന്നു. അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ കൈകൊണ്ട് സ്നാനം കൊടുക്കാൻ ഭാഗ്യം കിട്ടി. അനേകരെ സുവിശേഷകർ ഒരുക്കിയെടുക്കാൻ ഭാഗ്യം തന്നു. 42 ചർച്ച് അല്ലെങ്കിൽ ഇതുവരെ എൻ്റെ കൈകൊണ്ട് ഞാൻ വെൽഡിങ് പഠിച്ചു, ഞാൻ വാർക്കാൻ പഠിച്ചു, കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. 42 സ്ഥലത്ത് ഞാൻ എൻ്റെ കൈകൊണ്ട് ഞാൻ ചർച്ച് പണിതു. വിദേശത്തൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ദൈവത്തെ പോലെ പലരും കരുതുന്നേ. കാറൊക്കെ തുറന്നു തരും. എന്നാലും ഞാൻ ഓർക്കും നെയ്ച്ചിരി മുറ്റി ഗ്രാമത്തിൽ പോയുണ്ടല്ലോ കയ്യെ ചോര വരുന്നവരെയും പണി. എന്നിട്ട് ഓർക്ക് ഒരിക്കലും ഞാൻ എന്നുള്ളൊരു ഭാവം വരരുത് എന്നിൽ നിന്ന്. ഞാൻ പറയട്ടെ, യേശു വിശ്വാസം വർദ്ധിപ്പിക്കാൻ പഠിപ്പിച്ച ആ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ദാസനാവണം, എന്നിട്ട് എന്ത് ചെയ്യണം? അരകെട്ടി പണിയണം. നമ്മൾ അധികാരത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇത് നമ്മുടെ അഹങ്കാരത്തിൻ്റെ ശുശ്രൂഷയല്ല, പിശാചിൻ്റെ മേലുള്ള അധികാരം നമുക്ക് തന്നിരിക്കുന്നത്. ജനത്തിൻ്റെ മേലല്ല നമുക്ക് അധികാരം തന്നിരിക്കുന്നത്, പിശാചിൻ്റെ മേലാ, ദേശത്തിന്റെ ശക്തികളുടെ മേലാ. ഹല്ലേലൂയ. നീ നിന്റെ സഹോദരനോട് പൊരുതി കഴിഞ്ഞാൽ ഈ പിശാചിന്റെ മേലുള്ള അധികാരം നഷ്ടമാകും. നടന്നു നോക്കിക്കേ, ഗ്രാമങ്ങളിലേക്ക് നടന്ന് നമ്മൾ നിന്നം ചുമന്നുകൊണ്ട് വീടുകളിലേക്ക് കയറി ഇറങ്ങി നോക്കിക്കേ. യേശുവിനെ കുറിച്ച് അറിയാത്ത വീടുകളിലേക്ക് നമ്മളൊന്ന് കയറി നോക്കിക്കേ. നമ്മൾ പാദം വെക്കുന്ന ഗ്രാമങ്ങൾ, വീടുകൾ, ഹല്ലേലൂയ, വ്യക്തി ജീവിതങ്ങൾ മാറുന്നെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിക്കുവാനുള്ള മർമ്മം യേശു കർത്താവ് പഠിപ്പിച്ച് എന്താണെന്നറിയാം? ചെയ്യുക, പറയുക. ഹല്ലേലൂയ. പ്രസംഗം കേട്ട് ഇങ്ങനെ പ്രസംഗം കേട്ട് മുറ്റിപ്പോവുക. ആ ദൈവദാസം പ്രസംഗിച്ചു, ഈ ദൈവദാസം പ്രസംഗിച്ചു, അതിന് കണക്കിടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവദാസം പ്രസംഗിച്ചപ്പോ ഇങ്ങനെയാ പ്രസംഗിച്ചത്, ഈ ദൈവദാസം പ്രസംഗിപ്പിച്ച് ഇപ്പൊ ഇങ്ങനെയാ. കണക്കിട്ടുകൊണ്ടിരിക്കുന്ന ഈ കണക്ക് പറയുന്ന മുറ്റിയ പാമ്പുകളുണ്ടല്ലോ, ആ പാമ്പുകൾ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരും. ഹല്ലേലൂയ. അത് ആരിൽ നിന്ന് മുളച്ച വിത്ത? അവൻ സഹോദരനെ സ്നേഹിക്കാത്തതുകൊണ്ട്. ഹല്ലേലൂയ. ആദാമിൽ നിന്ന് ജനിച്ചതവനെങ്കിലും അവൻ പാമ്പിന്റെ വിത്ത് അവനിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? ഒരാളുടെ വീട്ടിലേക്ക് പോകണം, മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകണം, നടന്ന് ചെന്നിട്ട് പറയണം, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നിന്റെ കുടുംബത്തിന് വിടുതലുണ്ടാകും. നമ്മൾ പ്രവചിക്കുന്നത് ഹല്ലേലൂയ സഭയിൽ നിന്നല്ല പ്രവചിക്കേണ്ടത്, വീട് വീട് കയറി നടന്ന് പ്രവചിക്കണം. ഹല്ലേലൂയ. നമുക്ക് പ്രവചനം കേൾക്കാൻ സന്തോഷം അല്ലേ? ഹല്ലേലൂയ. നമ്മുടെ കൈവച്ച് നമ്മളെ കുറിച്ച് പറയുന്നത് നമ്മൾ പ്രവചിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. കാലങ്ങളെ ഓർത്താൽ ഹല്ലേലൂയ നിങ്ങൾ ആരാ? ഉപദേശകന്മാരാകണം. എന്നാൽ ഇപ്പോഴും ഹല്ലേലൂയ വിധിക്കുന്നവരായി തീരാതെ പഴയ വേരുകളൊന്ന് പറിച്ചുകളാ. ഹല്ലേലൂയ. കാട്ടത്തികൾ പറഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. വിധിക്കുന്ന വേരുകൾ പറഞ്ഞു പോകട്ടെ, മറ്റുള്ളവരെ വിധിക്കുന്ന വേരുകൾ പറഞ്ഞു പോകട്ടെ. കാട്ടത്തിയത് ഹല്ലേലൂയ. ആ കാട്ടത്തികൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ജെസ്സി എന്നോട് പറഞ്ഞു, ദൈവം ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം തരാതെ ഒരു ദർശനം കാണിക്കുമായിരുന്നു. മുറ്റിയ പാമ്പുകൾ എഴഞ്ഞു പോകുന്നു. മുറ്റിയ പാമ്പുകൾ. ഹല്ലേലൂയ. ഈ പാമ്പുകൾ ഇങ്ങനെ നിൽക്കും. എവിടെയാണെന്നറിയാമോ? ദൈവസഭയിൽ വളരാൻ അനുവദിക്കാതെ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കുക. എന്തു പറയണം, ആരെ കൊത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ വീടുകൾ കയറി ഇറങ്ങത്തില്ല. ഹല്ലേലൂയ. അവർ ദുഃഖിക്കുന്നവരുടെ അടുത്തേക്ക് പോയി പ്രാർത്ഥിപ്പിക്കത്തില്ല. എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രവചിക്കണം, എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ആരെങ്കിലും കൈവച്ച് പ്രാർത്ഥിക്കണം, എന്നെ സൗഖ്യമാക്കണം, എന്നെ വിടുവി അല്ല. പോകാം. പ്രൈസ് ദി ലോർഡ്. സൗഖ്യമാക്കാൻ നമ്മൾ പോകണം. അപ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ. ഈ ആഴ്ച ആരെങ്കിലും എടുത്ത് പോയോ? ആരെങ്കിലും ഒന്ന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, വാ ഉപവാസ പ്രാർത്ഥന നടക്കുക കേട്ടോ, വാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ദേശത്ത് എന്ത് ചെയ്യണം? നെടുകയും കുറുകയും നടക്കണം. അബ്രഹാം എന്നെ ചെയ്തു? കുറച്ചൊക്കെ നടന്നു,
കുറച്ചൊക്കെ നടത്തിയിട്ട് നടത്തം അങ്ങ് നിർത്തി. ഇസഹാക്കോ കൂടാരങ്ങളിൽ വസിച്ചു. ഒരിക്കല് വിതച്ചു 100 മേനി വിളഞ്ഞു. പക്ഷേ ഹാഗാറെന്നറിയോ, മോനെയും പിടിച്ചോണ്ട് മരുഭൂമിയിലൂടെ എന്ത് ചെയ്തു? ഉഴന്നു നടന്നു. ആർക്കാ ആ മരുഭൂമിയെല്ലാം കിട്ടിയെന്നറിയാമോ? ഉഴന്നു നടന്ന ഹാഗാറിന്റെ മോൻ ഇസ്മായിലിന്റെ സന്തതികൾക്ക് കിട്ടി. ഇന്നും ഇട്ടാവട്ടത്തിലുള്ളൊരു സ്ഥലവും പിടിച്ചുകൊണ്ട് അബ്രഹാം ഇരിക്കുമ്പം ദേശം മുഴുവൻ പരന്നു കിടന്നത് ഉഴന്നു നടന്ന ആർക്കാ? ഇസ്മായിലിന്റെ സന്തതിക്കാ കിട്ടിയത്. നമ്മള് തിരുവല്ലയില് ഹല്ലേലൂയ ഈ ദേശത്തുനിന്ന് ചെങ്ങന്നൂര്, നമ്മൾ അടുത്ത കോട്ടയം ഈ ഭാഗത്തൊക്കെ ഉഴുന്ന് നടക്കണം. അവിടെ നിന്നൊക്കെ ജനം ഓടി വരണം, ഓടിക്കൂടണം. ഹല്ലേലൂയ. നമ്മുടെ കാലുകൾ വെക്കാത്ത വീടുകൾ ഉണ്ടാവരുത്. ഹല്ലേലൂയ. നമ്മൾ നടക്കാത്ത വീതികൾ ഉണ്ടാവരുത്. ഹല്ലേലൂയ. ഞാൻ ഏത് ഗ്രാമത്തിൽ ചെന്ന് പ്രസംഗിക്കാൻ നിന്നാലും പട്ടികൾ കുരയ്ക്കാൻ തുടങ്ങും. പട്ടികൾ ഇങ്ങനെ കുരയ്ക്കും. അപ്പൊ എനിക്കറിയാം പിശാചിന് വേദനിച്ചു തുടങ്ങി. ഭൂതങ്ങൾ പുറത്താവും, രോഗികൾ സൗഖ്യമാവും. ഏതെങ്കിലും സ്ഥലത്ത് നിന്നിങ്ങനെ ഒരു കഞ്ചണി പിടിച്ചോണ്ട് പാടും ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ പാടുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ വന്ന് നോക്കി നിൽക്കും. എന്നാ സംഭവിക്കുന്നേ? പ്രസംഗം കഴിയുമ്പം ഞാൻ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കും, അവനങ്ങ് സൗഖ്യമാവും. പ്രൈസലോ. സൗഖ്യമാകുമ്പോൾ അവരുടെ വീട്ടിൽ പോവും. അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പറയും, ഞാൻ അടുത്ത ബുധനാഴ്ച വരാൻ കേട്ടോ. അങ്ങനെയാ ഗ്രാമങ്ങളിൽ സഭ ഉണ്ടായത്. പ്രൈസലോ. അവർക്ക് ഡിഗ്രി ഒന്നുമില്ല. ഞങ്ങള് ഈ ജോസാരും ഞാനിങ്ങനെ പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്നറിയോ? പഠനം നോക്കാറില്ല, ഡിഗ്രി അല്ല നോക്കുന്നേ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മനുഷ്യനിലൂടെ നടക്കുന്നു എന്നാ നോക്കുന്നേ. ഒരിക്കല് ഇങ്ങനെ ഒരു 82 പേര് ഒറീസയിൽ നിന്ന് കന്തമാൾ, ഓർക്കുന്നുണ്ടോ? അവിടെ നിന്ന് കന്തമാളിൽ നിന്ന് ഞങ്ങൾ വിളിച്ച് ക്ലാസ് നടത്തുക. ഒരു പത്രോ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. ഈ പത്രോയെ കണ്ടാൽ ഇങ്ങനെയാ നടക്കുന്നേ. ഓർക്കുന്നുണ്ടോ യോസേ? പത്രോ ഇങ്ങനെ ഇത്രയും പൊക്കമുള്ളൂ. കണ്ടാല് നേര് പറയട്ടെ, ഈ ചിമ്പാൻസിയുടെ കൂട്ടായിരിക്കുന്നേ, മനുഷ്യക്കുരങ്ങൻ്റെ കൂട്ട്. ഞാൻ ഓർത്ത്, ദൈവമേ, ഈ മനുഷ്യൻ ചെന്ന് പ്രസംഗിക്കുമ്പോൾ ഈ മനുഷ്യനെ ആരാ പാസ്റ്ററായിട്ട് കൂട്ടുന്നേ? പക്ഷെ ഞാൻ ഓർക്കും, നിന്നെ കാണാൻ കൊള്ളൂല എന്ന് പറഞ്ഞ് തിരിച്ചു വിടുന്നത് എങ്ങനെയാ? അവരുടെ എല്ലാം ഉള്ളിൽ നിന്ന് എന്തായിരുന്നു പറയുന്നതെന്നറിയോ? കന്തമാളിൽ നിന്ന് വന്നവരാ. ഞങ്ങൾ തിരിച്ചു ചെന്നിട്ടുണ്ടല്ലോ, അവരെയൊക്കെ തട്ടിക്കളയും. എൻ്റെ പെങ്ങളെ പിടിച്ചവനെ, എൻ്റെ അമ്മേനെ ബലാത്സംഗം ചെയ്തവനെ, വീട് കത്തിച്ചവനെ ഞങ്ങൾ വിടത്തില്ല. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അവരെല്ലാം പറഞ്ഞ എന്നാന്നറിയോ? ഈ ബൈബിൾ എടുക്കുന്നവരാക്കും ഞങ്ങൾ അവരെയൊക്കെ. ഹല്ലേലൂയ. അവരൊരുമിച്ച് പാടുന്ന സമയത്ത് ജെസ്സി പറയും, ഈ വൃക്ഷങ്ങളും ഒരുമിച്ച് പാടുവാണോ? ഹല്ലേലൂയ. ആ കോമ്പൗണ്ട് മുഴുവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിറയും. ഹല്ലേലൂയ ഹല്ലേലൂയ. അവര് പഠിപ്പില്ലാത്തവരാ, സൗന്ദര്യമില്ലാത്തവരാ. പത്രോയും പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചു. പ്രാർത്ഥിച്ച് ഞങ്ങൾ അയച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ രാജേന്ദ്ര ഒദ്ദു, അവിടുത്തെ സെൻട്രൽ പാസ്റ്ററാ, അദ്ദേഹത്തോട് ഈ പത്രോ, പീറ്റർ എന്നുള്ളതിന് ഒറിയ ഭാഷയിൽ പത്രോ എന്നാ പറയുന്നത്. പത്രോയുടെ പ്രവർത്തനം എങ്ങനെയുണ്ട് രാജേന്ദ്രൻ? അവൻ പെട്ടെന്നൊരു മൊബൈൽ എടുത്തിട്ട് കാണിച്ചു തരുക. 150 പേര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കുക. ഹല്ലേലൂയ. സ്നാനപ്പെടാൻ നിൽക്കുക. അവൻ ചെന്നത് ഹല്ലേലൂയ ഏത് സ്ഥലത്താണെന്നറിയാമോ? ഈ ഉറി വെച്ചിട്ട് ഉറിയേൽ പ്രതിഷ്ഠ നടത്തും. അത് മനുഷ്യന്റെ രക്തം ഒഴിച്ചിട്ട് പ്രതിഷ്ഠ നടത്തുന്ന ഉറികളുണ്ട് അവിടെ. ആ ദേശത്ത് 100 കണക്കിന് ഉറികൾ അറുത്തുകൊണ്ട് അവന്റെ മുമ്പിട്ട് കത്തിച്ചു. ഹല്ലേലൂയ. ഞാൻ അളന്നത് എന്തെന്നറിയാം? എൻ്റെ മനസ്സുകൊണ്ട് അളന്നു. ദൈവത്തിന്റെ സ്വർഗത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ അളന്ന് എന്തുകൊണ്ടാണെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി കൊണ്ട് അളന്നപ്പോൾ ഹല്ലേലൂയ 100 കണക്കിന് ഹല്ലേലൂയ ആത്മാക്കളെ ഹല്ലേലൂയ കർത്താവിലേക്ക് നടത്തുന്ന വ്യക്തിയായി തീർന്നു പത്രോ. ഹല്ലേലൂയ. നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ ശക്തിയല്ല, നമ്മുടെ സമർപ്പിക്കപ്പെട്ട മനസ്സാ ദൈവത്തിന് വേണ്ടത്. നമ്മൾ ദേശത്ത് നെടുകയും കുറുകയും നടക്കുമ്പോ
ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഓർക്കും നമ്മളെ കൊണ്ടൊന്നും സാധിക്കത്തില്ല എന്ന്. പക്ഷേ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാവാൻ തുടങ്ങും. ഞാൻ പറയാം, വിശ്വാസം വർദ്ധിപ്പിക്കണോ? എന്ത് ചെയ്യണം? കാട്ടത്തികളോട് പറയണം, ഹല്ലേലൂയ, കുറ്റം പറയുന്നത് അങ്ങ് നിർത്തണം. ഒരിക്കല് 10-25,000 പേരുള്ള ഡി മോഹൻ പാസ്റ്റർ ചർച്ചിൽ ഞങ്ങൾ പോയി. അപ്പം ഡി മോഹൻ പാസ്റ്ററുടെ വൈഫ് ഇങ്ങനെ പറയുക, പാസ്റ്ററെ, 1 വർഷത്തിനുള്ളിൽ വിശ്വാസികൾ പ്രവർത്തനം ആരംഭിച്ച് ആത്മാക്കളെ നേടാൻ തുടങ്ങിയില്ലെങ്കിൽ, മീനെ പിടിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ, അവരിരുന്നുകൊണ്ട് പാസ്റ്ററുടെ പ്രസംഗത്തിന് പോയിന്റ് ഇടാൻ തുടങ്ങും. അവർ പിന്നെ ഒരിക്കലും നന്നാവില്ല. പ്രൈസല്ലോ, അവരിലൂടെ പരിശുദ്ധാത്മാവ് ഒഴുകത്തില്ല. അതായത് മറ്റുള്ളവരെ പ്രസംഗത്തിന് അക്കവിടാൻ തുടങ്ങിയാൽ, നമ്പർ ഇടാൻ തുടങ്ങിയാൽ, അവർക്ക് മാർക്ക് കൊടുക്കാൻ തുടങ്ങിയാൽ, അവരിലൂടെ പിന്നെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കത്തില്ല. പ്രൈസല്ലോ, അതുകൊണ്ട് ആരിലൂടെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നതെന്നറിയാമോ? ദേശത്ത് നെടുകയും കുറുകയും നടക്കുന്നവരുടെ മേല്, ഹല്ലേലൂയ, കാട്ടത്തികളെ പിഴുതെറിഞ്ഞിട്ട് ഒരു ദാസനെ പോലെ ഉഴുകാനായിട്ട്, ഹല്ലേലൂയ, കലപ്പയെടുത്ത് ഉഴുകുന്ന മനുഷ്യരിലൂടെയാ ദൈവത്തിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഹല്ലേലൂയ, ഞാൻ പറയാം, എത്ര പ്രവചനം നിങ്ങളുടെ മുകളിലുണ്ടെങ്കിലും, ഹല്ലേലൂയ, എത്ര പേര് നിങ്ങളുടെ തലയിൽ വെച്ച് കൈവച്ച് പ്രവചിച്ചാലും, ഹല്ലേലൂയ, ഞാൻ ഒന്ന് നിങ്ങളോട് സത്യമായി പറയാം, ദേശത്ത് നെടുകയും കുറുകയും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനവുമായി നടക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ വിശ്വാസം വളരില്ല. 40 വർഷം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഇരിക്കും. ഹല്ലേലൂയ, ഈ കൈകൊട്ടി പാട്ടുമായിട്ട് നടക്കാനല്ലാതെ, മറ്റുള്ളവരെ വിധിക്കാനല്ലാതെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം നടക്കത്തില്ല. വിശ്വാസം വളരത്തില്ല, രോഗികൾ സൗഖ്യമാവത്തില്ല, പൈശാചിക ശക്തികൾ വിട്ടുമാറില്ല. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? കർത്താവേ, ഞാൻ ചെയ്യാന്ന് പറയണം. ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ എന്ന് പറയണം. ഒരു വീടെങ്കിലും കയറി ഇറങ്ങണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ സുഖമാവുന്ന കാണാം. എൻ്റെ കൈകളിലൂടെ വലിയ ശക്തിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. കള്ളു കുടിച്ച്, ബീഡി വലിച്ച്, സീട്ട് വലിച്ച കയ്യാ. എന്നാൽ യേശുവിന് വേണ്ടി സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ കൈയിലൂടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ആ കൈകളിലൂടെ, നിങ്ങളുടെ കൈകളിലൂടെ ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഒരു മനുഷ്യനെങ്കിലും നിത്യതയിലേക്ക് നടത്തുവാനായി എനിക്കൊരു ഭാഗ്യം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്ക്. ഹല്ലേലൂയ. ഒരു വ്യക്തിയെങ്കിലും യേശുവിന് വേണ്ടി നേടുന്ന വ്യക്തിയായി തീരുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുന്ന ചുമക്കണം പാളയത്തിന് പുറത്തേക്ക്. ഈ തോലും ഈ കയ്പയൊക്കെ ആയിട്ട് പാളയത്തിന് പുറത്തേക്ക് നിന്ന ചുമന്നുകൊണ്ട് പോണ ഈ മനുഷ്യൻ, എന്നിട്ട് ആ നിന്ന ചുമന്നുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാമോ? ആ മനുഷ്യൻ അശുദ്ധനെന്ന് വൈകിട്ട് വരെയും പറയണം. അവൻ പാളയത്തിന് പുറത്ത് എന്ത് ചെയ്യണം? വൈകിട്ട് വരെ ഇരിക്കണം. മറ്റുള്ളവരെ തെറിയും ചീത്തയും ഒക്കെ കേൾക്കാനുണ്ടല്ലോ, നമ്മൾ കയറി നടക്കണം. ഹല്ലേലൂയ. നിന്ന ചുമന്നുകൊണ്ട് നമ്മൾ വീടുകൾ കയറി ഇറങ്ങണം. അവർ പറയുന്ന അപമാനം കേൾക്കാനായിട്ട് നമുക്കൊരു മനസ്സുണ്ടാകണം. അതൊക്കെയാ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്. നിത്യത എന്ന് പറയുന്നത് ഒരു സ്വപ്നമല്ല, ആരെങ്കിലും പ്രസംഗിച്ച പ്രസംഗമല്ല. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന സത്യവാ നിത്യത. ആ നിത്യതയിൽ പോകാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്കൊരു ദാസനെ പോലെ അരകെട്ടി ഞാൻ ഇന്നൊന്ന് പറയാം. ഒരു 2 വീട്ടിൽ രാത്രിത്തെ മീറ്റിങ്ങിന് വരുന്നതിന് മുമ്പേ ഒരു 2 വീട്ടിൽ പോയി ഒന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ഞങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ആശുപത്രിയുടെ സെൻ്ററാണ് ജോസാനോട് പറഞ്ഞു. ആശുപത്രി ചെന്നൊന്ന് പ്രാർത്ഥിച്ച്, രോഗികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, കൈകളുടെ ശക്തി ഇങ്ങനെ വ്യാപരിക്കും. ശക്തി വ്യാപരിച്ചാൽ നമുക്കറിയാം ആ വ്യക്തി സൗഖ്യമായിരുന്നു. ഹല്ലേലൂയ. ഈ ശക്തി വ്യാപരിക്കുന്നവരെയും നമുക്ക് മനസ്സിലാവുന്നത് ഈ വ്യക്തി സുഖമാവത്തില്ല എന്ന്. ഞാൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കാലത്തെ എഴുന്നേറ്റാൽ ഉടനെ എന്നെ എന്നറിയോ, കാലത്ത് എഴുന്നേക്കണം. എന്നെ ജോലി ചെയ്യുന്നതിന് മുമ്പും മുട്ടേ നിൽക്കണം. കൈകൾ ഉയർത്തിയിട്ട് എൻ്റെ നാവിലേക്ക്, കർത്താവേ, നിൻ്റെ രക്തത്തെ തളിക്കണേന്നൊന്ന് പറയണം വാക്കുകൊണ്ട്. We have to apply the blood of Jesus on our own tongue. അതായത് പറയണം. എത്ര ബുദ്ധി കൂടിയാൽ ഞാൻ പറയട്ടെ, ഈ 37 വർഷം സുവിശേഷ വേലയിൽ ഏറ്റവും ശക്തമായ വാക്ക് എന്നറിയോ? യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും. പ്രൈസലോ, യേശുവിൻ്റെ രക്തത്താൽ മുട്ടേ നിൽക്കണം. അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? ബലിപീഠം കെട്ടിയതിന് ശേഷമാ ബലി അർപ്പിച്ചത്.
ബലിപീഠം കെട്ടണം. നമ്മൾ എന്ത് ചെയ്യണം? മുട്ട നിൽക്കണം. നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി മുട്ട നിൽക്കുമോ? ഇല്ലല്ലോ. മുട്ട നിൽക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. കാലത്ത് എഴുന്നേറ്റ് മൊബൈൽ നോക്കുന്നതിന് മുമ്പ്, സംസാരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? മുട്ടയിൽ നിൽക്കണം. കൈകൾ ഉയർത്തിയിട്ട്, കർത്താവേ ഹല്ലേലൂയ, ഈ ബലിപീഠത്തിലേക്ക് ഹല്ലേലൂയ നിന്റെ രക്തത്തെ തളിക്കണമെന്ന് പറയണം. ഹല്ലേലൂയ. ഈ സോപ്പ് തണ്ടുകൊണ്ട് ഹല്ലേലൂയ ബേസനിലെടുത്ത രക്തത്തിലേക്ക് മുക്കിയിട്ട് എന്ത് ചെയ്യണമായിരുന്നു? കട്ടളപ്പടിയിൽ തളിക്കുന്നത് പോലെ നമ്മുടെ ചൊടി അധരങ്ങളിലേക്ക് എന്ത് ചെയ്യണം? ഈ രക്തത്തിന്റെ തുള്ളികൾ വീഴട്ടെ. നമ്മുടെ നാവിൽ സത്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരിക്കല് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഭയങ്കര പ്രവാചകന്മാരൊക്കെ പറയുന്ന അതേപോലെ സംഭവിക്കുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു. പക്ഷേ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടല്ലോ, കർത്താവേ, അവരിന്ന് പറയുന്നൊന്നും അങ്ങനെ നടക്കുന്നില്ല എന്ന്. ഞാനിങ്ങനെ ഒരു ദിവസം കരഞ്ഞ് പ്രാർത്ഥിക്കുക. അന്നേരം ദൈവത്തിൻ്റെ ആത്മാവ് പെട്ടെന്ന് അവരെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഒരു വാക്ക് എന്നോട് പറഞ്ഞു, യോനയെ തേടി അവൻ്റെ പിന്നാലെ പോയത് എന്തുകൊണ്ടാണെന്നറിയാമോ നിനക്കെന്ന്? ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചോദിച്ചതാ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, കള്ളമില്ലാത്ത നാവായിരുന്നു. കള്ളമില്ലാത്ത നാവിനെ മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അശുദ്ധിയോടെ നോക്കുന്ന കണ്ണുകൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. ഞാൻ നിങ്ങളോട് സത്യമായും പറയാം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഈ വചനം പിടിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, കണ്ണുകളിലേക്ക് യേശുവിൻ്റെ രക്തത്തെ തളിച്ചാൽ ഈ കണ്ണുകളിൽ അരിച്ചെടുത്തതുപോലെ മാറ്റം വരും കണ്ണുകൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളുടെ നാവുകളിലേക്ക് യേശുവിൻ്റെ രക്തം തളിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾ പറയുന്നത് സംഭവിക്കുന്നത് നമുക്ക് കാണാം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നത് നമുക്ക് കാണാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകുന്നത് നമുക്ക് കാണാം. നമ്മുടെ ബന്ധുക്കൾ യേശുവിൻ്റെ നാമത്തിൽ രക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മൾ വിളിച്ചു പറയുമ്പോൾ അത് വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ കാണാം. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയം ഹല്ലേലൂയ ഉരുകിപ്പോയത് പത്രോസ് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇന്നും സംഭവിക്കുന്നത് നമുക്ക് കാണാം. ദേശത്ത് നെടുകയും കുറുകയും നടന്ന് അരകട്ടി ശുശ്രൂഷിക്കാം. അതാ വിശ്വാസം വളരുന്നത്. വിശ്വാസം വളരാൻ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? വിതച്ചുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം, ചെയ്തുകൊണ്ടിരിക്കണം. ചില സമയത്തെ ഈ പിശാച് പിടിച്ചവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ 1 മണിക്കൂർ കൊണ്ടൊന്നും പോകത്തില്ല. പ്രേക്ഷലോ, പഴയ അപ്പച്ചന്മാരോട് ചോദിച്ചാൽ അറിയാം, ഉപവാസ പ്രാർത്ഥന 2-3 ദിവസം ചെയ്തിട്ടേ ഈ പിശാചുക്കൾ വിട്ടുപോകത്തുള്ളൂ. പ്രേക്ഷലോ, ഈ ബോംബെയിൽ ഇറങ്ങിയ ആ സ്ത്രീ ഉണ്ടല്ലോ, 1 മണിക്കൂർ അന്യഭാഷയിലാണ് പറയുന്നത്, കിടന്നുരുണ്ടോണ്ട്. അന്യഭാഷയെ പറയുമ്പോൾ നമ്മളോർക്കും പരിശുദ്ധാത്മാവിലാണ് പറയുന്നതെന്ന്. വിവേചിക്കാൻ കഴിവില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊരു പിടിയും കെട്ടത്തില്ല. പ്രേക്ഷലോ, നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, അന്യഭാഷയെ പറിച്ച് ശപിക്കുന്നവരുണ്ട്. പ്രേക്ഷലോ, അതിനെ കെട്ടണമെങ്കിൽ, അതിനെ തകർക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലൂടെ വ്യാപരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് കഴിയുമ്പോൾ ദേശത്തിന് വിടുതലുണ്ടാകും. നിങ്ങൾ നടക്കുന്ന ഒരു മന്ത്രവാദി ഈ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ പറഞ്ഞ എന്നാന്നറിയാമോ? ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കുന്ന മനുഷ്യൻ നടക്കുന്ന വഴിയിലൂടെ പിശാചിനെ നടക്കണമെങ്കിൽ 3 ദിവസം കഴിയണമെന്ന്. ഹല്ലേലൂയ. നിങ്ങളിലൂടെ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് അല്പമെങ്കിലും ബോധ്യമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ, കൈകൾ ഉയർത്തി ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇന്ന് നിനക്ക് കിട്ടുമെന്ന് പറയാതെ ഞാൻ എന്നാ കൊടുക്കാൻ പോകുന്നത്? ഏത് വീട്ടിലാ കയറി ഒന്ന് ശുശ്രൂഷിക്കേണ്ടത്? ആടെ ജീവിതത്തിന് വേണ്ടി ഞാൻ പ്രവചിക്കേണ്ടത്. ഹല്ലേലൂയ. ആത്മാവിൽ ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. വായി തുറന്ന് വചനം പഠിക്കുന്ന നമ്മൾ പറ. പ്രവചനാത്മാവിന്റെ ശക്തി നമ്മളിലൂടെ വ്യാപരിക്കുന്നത് എപ്പോഴാണെന്നറിയാം? നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് കൈകൾ വെച്ച് തുടങ്ങുമ്പോൾ നമ്മളിലൂടെ ശക്തി വ്യാപരിക്കും. നമുക്കറിയാം. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഒരു രോഗിയുടെ മേൽ കൈവയ്ക്കുന്ന സമയത്ത് നമ്മളിലൂടെ ശക്തി വ്യാപരിക്കുന്നത് എനിക്ക് കണ്ടിട്ടില്ല. ചില സമയത്ത് പ്രസംഗിച്ച് ശക്തി വ്യാപരിക്കുന്ന സമയത്ത് നടക്കും. പക്ഷേ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ശക്തി നമ്മളിലൂടെ വ്യാപരിക്കുന്നത് നമുക്ക് കാണാം. ഈ ശക്തി ഇങ്ങനെ, അതായത് കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ നമുക്ക് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 100% തിരിച്ചറിയാം ആ രോഗി സൗഖ്യമാവും. അല്ലേ വാസേ? രോഗി സൗഖ്യമാവും. നമ്മളിൽ നിന്ന് അത് നിങ്ങൾക്കൊക്കെ സംഭവിക്കും.
എനിക്ക് മാത്രമല്ല, പ്രൈസലോ, പാസ്റ്റർക്ക് മാത്രമല്ല, ചിലർ അതായത് നമ്മൾ പ്രാർത്ഥിക്കാൻ വിളംബം തുടങ്ങുമ്പോൾ ഹല്ലേലൂയ താലന്തിൽ ഉപയോഗിക്കുന്നവർ ഒരുത്തന് എത്ര കൊടുത്തു? 1, ഒരുത്തന് 2, ഒരുത്തന് 5 കൊടുത്തന് ഇല്ല, ഈ ചെയ്യാത്തവന്റെ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കൈവച്ച് പ്രാർത്ഥിച്ച് തുടങ്ങണം. ഈ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മളിലൂടെ ശക്തി വ്യാപരിക്കുന്നത്. മുഖത്തിന് വ്യത്യാസം ഉണ്ടാവുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൽ നടക്കുന്ന മനുഷ്യന്റെ മുഖത്തുള്ള സൗന്ദര്യം എപ്പോഴാണ് വർദ്ധിക്കുന്നതെന്നറിയാമോ? ക്രീം തേച്ചിട്ട് ഹല്ലേലൂയ ലിപ്സ്റ്റിക് ഇടുമ്പോഴല്ല. എപ്പോഴാണെന്നറിയാമോ? ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ വ്യക്തിയിലൂടെ വ്യാപരിക്കുമ്പോൾ ആ മുഖത്ത് വരുന്ന ഹല്ലേലൂയ തേജസ്സിന് വ്യത്യാസമുണ്ടാകും. ദൈവത്തോടൊപ്പം ഇരുന്ന മോശയുടെ മുഖത്ത് പറയിടുന്നതുപോലെ സൗന്ദര്യം വർദ്ധിച്ചുവെങ്കിൽ ഇന്നും പരിശുദ്ധാത്മാവിനോട് കൂടെ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും. നമ്മൾ നടക്കുന്നിടത്ത് ദൈവത്തിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് അന്ധകാരത്തിന്റെ ശക്തികൾ ഹല്ലേലൂയ അവന്റെ മേൽ മെതിക്കുവാൻ, ചവിട്ടുവാൻ നിങ്ങളുടെ കാലുകൾക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. പോകാനാ. നിങ്ങൾ പ്രാപിച്ചോ നല്ല എൻ്റെ വാക്ക്. ഹല്ലേലൂയ. രാത്രിയും പകലും നടക്കുക. ഹല്ലേലൂയ. പ്രൈസലോ. രാത്രിയും പകലും ഞങ്ങൾ നടക്കുക, കൈകൊണ്ട് അധ്വാനിക്കുക ചർച്ചകളിൽ പണിയാനായിട്ട്. ഹല്ലേലൂയ. ചില സമയത്ത് തൊലിപ്പൊളിയും സിമന്റ് തേച്ചിട്ട്, ചില സമയത്ത് വെൽഡിങ് കൊണ്ട് മുഖമെല്ലാം പൊള്ളും. ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യന് എനിക്കൊരു ഹെൽമെറ്റ് മേടിച്ചു തന്നു, ഈ വെൽഡ് ചെയ്യുമ്പോൾ പൊള്ളാതിരിക്കാനായിട്ട്. അധ്വാനിക്കാൻ മനസ്സുണ്ടോ? വിശ്വാസം വളരും. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങും പ്രവൃത്തികൾ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നതല്ല, നമ്മളിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്ന കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ ഹല്ലേലൂയ. കൈ ഉയർത്തി എന്ന് പറഞ്ഞ് എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ എന്ന്. ഹല്ലേലൂയ. നമ്മൾ പറയണം. ഹല്ലേലൂയ. നമ്മുടെ വായു കൊണ്ട് പറയണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് ഇന്ന് പ്രസംഗിക്കാനായിട്ട് AI-യും ഇനിയല്ല ChatGPT ഒക്കെ ഉണ്ട്. ഈ ChatGPT ഒക്കെ നിങ്ങളുടെ എന്ത് തരും? ഐഡിയ തരും. അതൊക്കെ എന്താണെന്നറിയോ? ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് അതിന്റെ സംക്ഷിപ്ത രൂപം തരുന്നേ. എന്നാൽ ഈ ശക്തിക്കപ്പുറമായിട്ട് യഹോശുവ അന്ന് ദൈവം പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. എന്താണെന്നറിയാമോ? രാവും പകലും നിന്റെ വായിൽ നിന്ന് ഈ വാക്ക് വിട്ടുമാറരുത്. ഇത് രാവും പകലും ധ്യാനിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ഈ വാക്കിനെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ വചനം നിന്റെ നാവിലൂടെ വെളിപ്പെട്ട് തുടങ്ങുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ നീ പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ ശക്തി നമ്മളിലൂടെ വ്യാപരിച്ചിട്ട് ദേശത്തിന് വിടുതലുണ്ടാകും. ദേശത്ത് നെടുകയും കുറുകയും നമുക്ക് നടക്കാം. ഗ്രാമങ്ങളിലും വീതികളിലും നടക്കാം. ആത്മാവിന്റെ ശക്തിയാൽ ഈ ജനം നിറയപ്പെടട്ടെ കർത്താവേ. ശുശ്രൂഷയുടെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന ദൈവദാസന്മാരും ദൈവദാസ്യമാരും ആയിത്തീരട്ടെ കർത്താവേ. ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ട ജനത്തെ വിടുവിക്കുവാൻ ഈ ജനം പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പണ്ടൊക്കെ പെന്തക്കോസ്ത് കൺവെൻഷനുകളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ആരാ പോകുന്നതെന്ന് ഓട്ടർക്കൊള്ളുണ്ടായിരുന്നു. ആർക്കാ സൗഖ്യം പ്രാപിക്കേണ്ടതെന്നല്ലായിരുന്നു. പ്രൈസലോ. അവരാ ഉധംപൂരിലേക്ക് പോയേ, അവരാ ജമ്മു കാശ്മീരിലേക്ക് പോയേ, അവരാ പഞ്ചാബിലേക്ക് പോയത്, അവരാ ഉദയപൂരിലേക്ക് പോയത്, അവരാ ഇറ്റാർസിയിലേക്ക് പോയത്, അവരാ ഹല്ലേലൂയ വിശാഖപട്ടണത്തേക്ക് പോയത്. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ഇന്ത്യ മഹാരാജ്യത്തുള്ള ബൈബിൾ കോളേജ് ആരുടെയാണെന്നറിയാമോ? മലയാളിയുടെയാ. ഹല്ലേലൂയ. ആരാ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിയെന്നറിയാമോ? ആരാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തെന്നറിയാമോ? നമ്മുടെ അപ്പച്ചന്മാരാ. ഹല്ലേലൂയ. പെന്തക്കോസ്തിന്റെ ശബ്ദം കേട്ടവരാ. ആ ഉണർവിന്റെ ശക്തിയുമായി ദേശത്ത് നെടുകയും കുറുകയും നടന്നവരാ സഭകൾ സ്ഥാപിച്ചത്. ഹല്ലേലൂയ. അവരുടെ സന്തതികളും കൊച്ചുമക്കളും അവരുടെ തലമുറയിൽപ്പെട്ടവരൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടു. അവർ ധനവാന്മാരായി തീർന്നു. ആ ബാങ്ക് ബാലൻസ് എവിടെ എഴുത്? എന്ത് ചെയ്ത്? പലിശയ്ക്ക് കൊടുക്കരുത്. വിതച്ചോണ്ടിരിക്കണം. ഹല്ലേലൂയ. ഈ സഭയിൽ നിന്നും പ്രൈസലോ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല പേര്. പ്രൈസലോ. ഈ സഭയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ ചർച്ച് പണിയുന്നവരുണ്ട് കേട്ടോ. ഈ സഭയിൽ നിന്ന് പ്രൈസലോ
എൻ്റെ കൈ കാശ് വന്നിട്ടുണ്ട്. പാസ്റ്റർക്കറിയാം. ഹല്ലേലൂയ. അനേകരോട് ഒന്ന് വരട്ടെ. ദേശത്ത് നെടുകയും കുറുകയും നടക്കട്ടെ. നമ്മൾ തളർന്നിരിക്കാനല്ല ചെയ്യണം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം വളർത്തണോ? നമ്മുടെ വിശ്വാസം വളരണോ? യേശു പറഞ്ഞ മർമ്മം എന്നാന്നറിയോ? പറ എന്നാ കാട്ടത്തി വേരോടെ പിഴുന്നു പോകട്ടെ. അത് പൈശാചിക ശക്തിക്ക് ഉദാഹരണമാ. അത് കടലിൽ നിന്ന് വന്നത് എന്താണെന്നറിയാമോ? പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളാ. നമ്മളിലുള്ള ബന്ധനങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? വേരോടെ പിഴുതു പോയിട്ട് അത് കടലിൽ പോയി എന്ത് ചെയ്യും? അവിടെ സ്ഥിരപ്പെടും. ആ പൈശാചിക ശക്തികൾ തിരിച്ചു വരത്തില്ല. തലമുറയുടെ ബന്ധനങ്ങൾ മാറിപ്പോകും. ദൈവത്തിന്റെ ശക്തി നമ്മളിലൂടെ വ്യാപരിച്ചിട്ട് ദേശത്ത് നെടുകയും കുറുകയും നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. എന്നെ കർത്താവേ, ഹല്ലേലൂയ, നിന്റെ ദാസനാക്കണമേ എന്ന് വായു തുറന്ന് ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിന്റെ ശിഷ്യന്മാര്, അപ്പോസ്തലന്മാർ യേശുവിനോട് പറഞ്ഞു. ഹല്ലേലൂയ, ഇൻക്രീസ് our faith. ഹല്ലേലൂയ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. हमारे विश्वास को बढ़ा दो प्रभु जी. ഹല്ലേലൂയ, വിശ്വാസത്തെ വൃദ്ധിപ്പെടുത്തു പ്രഭുവോ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. എന്താ ആരാ എന്ന് പറയുന്ന കർത്താവ്, എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്തി ഒന്ന് പറഞ്ഞ് എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണേ. വലങ്കരം ഉയർത്തി നമ്മൾ പറഞ്ഞ് ഒരു പ്രാവശ്യമല്ല, ഞാൻ പല പ്രാവശ്യം പിശാചിന്റെ ശക്തികളോട് പറയാറുണ്ട്, യേശുവിന്റെ നാമത്തിൽ നീ വിട്ടുപോകാൻ, യേശുവിന്റെ നാമത്തിൽ നിനക്ക് മാറ്റമുണ്ടാകുവാൻ. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചില വിളികൾ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് ഹല്ലേലൂയ വന്നതിനെ ഹല്ലേലൂയ തളിർപ്പിക്കുന്ന നാളായി സ്വർഗത്തിലെ ദൈവം മാറ്റുക. ഹല്ലേലൂയ. വിളിയുടെ മുഴക്കം ഹല്ലേലൂയ നിന്റെ ചെവികളിൽ എത്തിയിട്ടുണ്ട്. ആ മുഴക്കം ഹല്ലേലൂയ തളിർപ്പിക്കുന്ന ദിവസമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മൺകൂടാരത്തിലേക്ക് പകരപ്പെട്ടതിന് ശേഷം ആ മൺകൂടാരത്തിൽ നിന്ന് ഹല്ലേലൂയ അതിനെ തകർത്ത് കളയുമ്പോൾ ഹല്ലേലൂയ അതൊഴുകും. ഹല്ലേലൂയ. ദേശത്ത് നെടുകയും കുറുകയും ഗിദെയോൻ ഹല്ലേലൂയ ആ മൺകൂടാരത്തെ ഹല്ലേലൂയ ആ മൺചട്ടിയെ പൊട്ടിച്ചതുപോലെ ഹല്ലേലൂയ ഇന്ന് വിടുതലിന്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യഭാഷ പ്രാപിച്ചവരൊക്കെ അന്യഭാഷയിൽ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രാപിക്കാത്തവരൊന്ന് പ്രാപിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്ന് പ്രാപിച്ചേ. അന്യഭാഷയിൽ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ അടിസ്ഥാനങ്ങൾ ഹല്ലേലൂയ ഉടഞ്ഞു മാറുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. ദേശത്ത് വ്യാപരിക്കുന്ന ഹല്ലേലൂയ ആഭിചാരത്തിന്റെ ശക്തികളുടെ ഹല്ലേലൂയ വേരുകൾ പറഞ്ഞു പോകുവാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളിലും ഹല്ലേലൂയ വ്യാപരിക്കുന്ന കാട്ടത്തിയുടെ വേരുകൾ പറഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. പലരെയും ദൈവത്തിന്റെ വേലയ്ക്കായി ഈ പകല് ഹല്ലേലൂയ വേർപെടുത്തുന്ന ദിവസമാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഹല്ലേലൂയ എന്റെ ശബ്ദം കേൾക്കുന്ന നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചിട്ട് അന്ധകാരത്തിന്റെ ശക്തികളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിയിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പാമ്പുകളെയും ഹല്ലേലൂയ തേളുകളെയും പൈശാചികന്റെ സകല ശക്തികളെയും ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഹല്ലേലൂയ. ഈ ദേശത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടന്റെ പേരുകളെയും അവന്റെ പദ്ധതികളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ തകർത്ത് കളയുന്നു. ഹല്ലേലൂയ. ദേശം വിടുവിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. അവർ ഹല്ലേലൂയ വിശ്വാസം വർദ്ധിച്ചവരായി ദേശത്ത് നെടുകയും കുറുകയും നടന്നിട്ട് ആ ദേശത്തെ മരുഭൂമിയെ സ്വന്തമാക്കി എണ്ണയെടുക്കട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ എണ്ണ പകരപ്പെടട്ടെ കർത്താവേ. ഈ ജനം വർദ്ധിച്ചു വരട്ടെ. കുടുംബമായി വിട്ടുപോരട്ടെ. ഹല്ലേലൂയ. ഓ കൈകൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ. ഈ ദേശത്ത് നോക്കി ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് കൽപ്പിക്കുന്ന ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞത് മതി. ഹല്ലേലൂയ. എനിക്ക് മതി കർത്താവേ, എനിക്ക് മതി ഇനി ദേശത്ത്. ഹല്ലേലൂയ. നിങ്ങൾ കൽപ്പിക്കാം. ഹല്ലേലൂയ. ദേശത്ത് നോക്കി കൽപ്പിക്കാം. അല്ലെങ്കിൽ വേരോടെ പിഴുന്നു പോകണം.
ഹല്ലേലൂയ, നമുക്ക് വേരോടെ പിഴുന്നു പോകുവാൻ കൽപ്പിക്കാം. നമുക്ക് ഹല്ലേലൂയ വീടുകളിൽ, ഹല്ലേലൂയ ഭവനങ്ങളിൽ ദൈവശക്തി വ്യാപരിച്ചിട്ട് വീടുകളിൽ, ഹല്ലേലൂയ നമ്മുടെ ബുദ്ധിക്കപ്പുറമായി, ബുദ്ധിക്ക് അതീതമായി, ഹല്ലേലൂയ ശക്തിക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ ദേശത്ത് വ്യാപരിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും കൈ ഉയർത്തി പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ കാട്ടത്തികൾ പിഴുന്നു പോകട്ടെ. ഹല്ലേലൂയ ഇവിടെ കൂട്ടമായി ജനത്തിന്റെ ഹല്ലേലൂയ പെരുപ്പം വർദ്ധിക്കുമാറാകട്ടെ. ഹല്ലേലൂയ കടലിന്റെ ഇരുമ്പ് പോലെ, ഹല്ലേലൂയ ആർത്തു ഘോഷിക്കുന്നത് പോലെ ദൈവത്തിന്റെ ശക്തി നമ്മളിലൂടെ വ്യാപരിച്ചിട്ട് ദേശത്ത് വിടുതലുണ്ടാകട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുവാൻ കൽപ്പിക്കുക. വായു തുറന്ന് കൽപ്പിച്ച് ഒരു മനുഷ്യൻ പോലും, ഒരു വ്യക്തി പോലും മൗനമായിരിക്കാതെ ഒന്ന് കൽപ്പിച്ച് ദേശത്ത് വിടുതലുണ്ടാകട്ടെ, ദേശത്ത് കുടുംബങ്ങളിൽ വിടുതലുണ്ടാകട്ടെ. നിങ്ങളുടെ അയലക്കത്തുള്ള വീട്ടിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞേ, ഇവിടെ ആത്മാവിൽ ദർശിച്ചുകൊണ്ട് പറഞ്ഞേ, ഹല്ലേലൂയ ആത്മാവിന് കൈകളുണ്ട്, ആത്മാവിന് കാലുകളുണ്ട്, ആത്മാവിന് സ്വരമുണ്ട്. ഹല്ലേലൂയ അതിനെയാണ് പൊന്നാട് കൊണ്ടവൻ അണിയിക്കുന്നത്, അലങ്കരിക്കുന്നത്. ഹല്ലേലൂയ ആത്മാവിൽ വീടുകളെ ദർശിച്ചുകൊണ്ട് പറഞ്ഞ് ഈ കാട്ടത്തികൾ പിഴുതു പോകട്ടെ, ആ ഭവനത്തിലുള്ള ആത്മാവിൽ രക്ഷ പ്രാപിക്കട്ടെ. ഒന്ന് വിളിച്ചു പറഞ്ഞ് ഈ സമയത്ത് ആത്മാ പറയുമ്പോൾ വിളിച്ചു പറഞ്ഞ് ഞാൻ ആ ഭവനത്തിലേക്ക് പോകും, ആ ദേശത്തേക്ക് പോകും. ഹല്ലേലൂയ യേശു, ഹല്ലേലൂയ ഗലീലയിലൂടെ നടന്നതുപോലെ, രോഗികളെ തേടി നടന്നതുപോലെ, എന്റെ പ്രിയൻ ഹല്ലേലൂയ യെരൂശലേം വീഥികളിലൂടെ നടന്നതുപോലെ, കപർന്നഹൂമിന്റെ വീഥികളിൽ നടന്നതുപോലെ അവൻ ആത്മാവിന്റെ ശക്തി പ്രാപിച്ചിട്ട്, ഹല്ലേലൂയ അവൻ യോർദാൻ കരയിൽ, ഹല്ലേലൂയ അക്കരെയും ഇക്കരെയും അന്ധകാരത്തിൽ വസിച്ച ജനം വലിയൊരു വെളിച്ചം കണ്ടതുപോലെ എന്നിലൂടെ പല കുടുംബങ്ങളും വെളിച്ചം കാണും. ഹല്ലേലൂയ ഇന്ന് മാറ്റി പറയാം, കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ നല്ല, എന്നെ പണിയണമേ നല്ല, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ. കൈ ഉയർത്തിരുന്നാട്ടെ, കൈ ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ അഹരോനും ഹല്ലേലൂയ ഹൂരും ഹല്ലേലൂയ മോശയുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചതുപോലെ ഒന്ന് തളരുന്നത് വരെയും കൈകൾ ഉയർന്നിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്ന് ഒരു ശക്തി വ്യാപരിക്കണം. ഹല്ലേലൂയ ഈ കരികളിലൂടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കണം. ഹല്ലേലൂയ ജനത്തെ, ഹല്ലേലൂയ വിടുവിക്കപ്പെടാത്ത ജനം വിടുവിക്കപ്പെടുവാൻ, ആത്മാവിൽ ശുശ്രൂഷ ചെയ്യുവാൻ. ഹല്ലേലൂയ ഞാൻ വിടുതൽ പ്രാപിച്ചത് എനിക്ക് തന്നു കർത്താവേ, എനിക്ക് വിടുതൽ തന്നു, എന്റെ കുടുംബത്തിന് വിടുതൽ തന്നു, എന്റെ ദേശത്തിന് വിടുതൽ തരണമെന്നൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു വലിയൊരു മുഴക്കം, ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ചെവികളിൽ തരികയ ഈ ദേശത്ത്. ഹല്ലേലൂയ പെയ്യുവാനുള്ള വലിയ മുഴക്കം, അടഞ്ഞു കിടക്കുന്ന പല വാതിലുകളും തുറക്കുവാൻ, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നിട്ട് ഹല്ലേലൂയ ദേശത്ത് വൻമഴ അയക്കുവാൻ. ഹല്ലേലൂയ ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ അരമുറക്കി ഓടുന്ന പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്ന സഭയാണിത്. ഹല്ലേലൂയ ഇസബേലിന്റെ ശക്തികളെ തകർത്തുകൊണ്ട് നിൽക്കുന്ന, ഹല്ലേലൂയ നായകൾ നക്കിക്കളയത്തക്ക വിധത്തിൽ പ്രവചനത്തിന്റെ ദൂതുകൾ വിളിച്ചു പറയുന്ന പ്രവാചക, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന നാളാണെന്ന് ദൈവത്തിന്റെ ആത്മാ പറയുന്നു. നക്ഷത്രങ്ങൾ ഹല്ലേലൂയ ആകാശത്തിൽ പൊരുന്നത് പോലെ, ദെബോരയെ പോലെ ദൈവശക്തിയോടെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദെബോരേ നീ എഴുന്നേൽക്ക. ഹല്ലേലൂയ ഹല്ലേലൂയ കൈ ഉയർത്തി പറഞ്ഞേ, ഞാനൊരു ദെബോരയാ, ഞാനൊരു ഹല്ലേലൂയ ഗിദെയോനാ. ഹല്ലേലൂയ മിദ്യാന്യർ തട്ടിക്കൊണ്ടു പോകുവാൻ അനുവദിക്കാതെ ഞാൻ ഈ ദേശത്തെ ഹല്ലേലൂയ നന്മകളെ കാത്തുപരിപാലിക്കുന്ന ഗിദെയോനെ പോലെ. ഹല്ലേലൂയ ഹല്ലേലൂയ അന്ധകാരത്തിന്റെ ശക്തികൾ ഉടഞ്ഞു മാറുവാൻ കൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ വിളിയെ തടുത്തു നിർത്തിയിരിക്കുന്ന, ഹല്ലേലൂയ ആഹാബിന്റെ ശക്തികൾ വിളിയെ തടുത്തു നിർത്തിയിരിക്കുന്ന ഇസബേലിന്റെ ശക്തികൾ ഏഹു വിളിച്ചു പറയും, അവിടെ തള്ളിയിടുക. ഹല്ലേലൂയ ഇന്ന് രാത്രി പലരോടും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ, വെളിപ്പാടുകൾ പറയുക. പല ഹല്ലേലൂയ ഇസബേലിനെയും തള്ളി പിടിക്കുവാൻ നിന്റെ നാവ് കൊണ്ട് കൽപ്പിക്കേണ്ട നാളുകളാണെന്ന് ദൈവത്തിന്റെ ആത്മാ പറയുന്നു. നിനക്ക് തടസ്സമായി നിൽക്കുന്ന പല ഇസബേലുകളുമുണ്ട്. ഹല്ലേലൂയ അവർ കണ്ണെഴുതി അവൾ കുറുമയിട്ട് നിൽക്കുമ്പോൾ അവളെ തള്ളി വീഴിക്കേണ്ട ഹല്ലേലൂയ നാളുകൾ അടുത്തു വന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു.
ഒന്ന് കൽപ്പിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേഹൂ, നീ ഒന്ന് കൽപ്പിച്ചേ, അവളെ തള്ളിയിടുക. കാട്ടത്തിയെ പറഞ്ഞു പോകുക. ഉറക്കെ കൈയടിച്ച്, ഉറക്കെ ശക്തിയോടെ കൈയടിച്ച് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരു പ്രവാചകനായി, നിനക്ക് വേണ്ടി ഒരു പ്രവാചകയായി ഞാൻ നിൽക്കും കർത്താവേ എന്ന് വായി കൊണ്ട് ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ ഞാൻ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. ആരും തലയിൽ കൈവയ്ക്കുന്നതിലൂടെ അല്ല, ആരും എന്റെ മേൽ പ്രവചിക്കുന്നതിലൂടെ അല്ല, ഞാനൊരു ദാസനെ പോലെ ശുശ്രൂഷിച്ചിട്ട് ഈ വചനവുമായി ദേശത്ത് നെടുകയും കുറുകയും നടന്നിട്ട് കാട്ടത്തികൾ പറഞ്ഞു പോകുവാൻ ഞാൻ തന്നെ ആത്മാവിൽ പ്രവചിച്ചിട്ട് ഒരു ദാസനെ പോലെ, ഒരു ദാസിയെ പോലെ ഞാൻ ഈ ദേശത്തെ ശുശ്രൂഷ ചെയ്യുവാൻ. ആത്മാവേ, നീ വെളിപ്പെടണമേ, ജനത്തിന്റെ ഇടയിൽ വെളിപ്പെടണമേ. ഹല്ലേലൂയ. കർത്താവേ, എന്റെ ജീവിതത്തെ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുക എന്നാരെന്ന് പറയും. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഒരു ദാസനെ പോലെ ശുശ്രൂഷിക്കാൻ എനിക്കൊരുക്കമുണ്ട്. കർത്താവേ, എനിക്ക് മനസ്സുണ്ട്. എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പറയുന്നവര് വലം കരം ഒന്ന് ഉയർത്താവോ? ഞാൻ ആ കരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. റീബാരാബാശതല തളർന്നു പോകരുത്. ആ കരം തളർന്നു പോകാതെ തലയുടെ മുകളിലേക്ക് ആ കരകത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ. എന്നിട്ട് വായി കൊണ്ട് പറഞ്ഞേ, ഞാൻ നിന്റെ ശുശ്രൂഷകനാകുകയാണ് കർത്താവേ, ഞാൻ നിന്റെ ശുശ്രൂഷികയാകുക. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇന്ന് ഹല്ലേലൂയ ഈ സഭയ്ക്ക് വേണ്ടി പറയുവാൻ തന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല. ഹല്ലേലൂയ. നീ പറയുന്നവർ അനുഗ്രഹിക്കപ്പെടും. നിന്നാൽ ഹല്ലേലൂയ ഞാൻ ദേശത്തെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ നന്മകൾ ഹല്ലേലൂയ ദേശത്തിന്റെ നന്മകളാക്കി ഞാൻ മാറ്റുമെന്ന ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുവാൻ പറയുന്നത്. ഹല്ലേലൂയ. കയ്യിൽ ഉയർത്തിയവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ. ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. വായി തുറന്നൊന്ന് പറഞ്ഞേ, എന്നിലുള്ള കാട്ടത്തികൾ പറഞ്ഞു പോകട്ടെ, എന്നിലുള്ള കാട്ടത്തികൾ പറഞ്ഞു പോകട്ടെ. അഹങ്കാരത്തിന്റെ കാട്ടത്തി, പണത്തോടുള്ള ആഗ്രഹത്തിന്റെ കാട്ടത്തികൾ, ഹല്ലേലൂയ, കണ്ണിന്റെ മോഹത്തോടുള്ള ആ കാട്ടത്തികൾ, എൻ്റെ നാവിൽ കള്ളത്തെ വ്യാപരിക്കുന്ന കാട്ടത്തികൾ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ കൈകൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ, നാവ് തുറന്നൊന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് ദൈവത്തിലേക്കൊന്ന് നോക്കിക്കേ. ഒരു മിനിറ്റ് ദൈവത്തിലേക്കൊന്ന് നോക്കിക്കേ. ഈ ലോകത്തെ കാണാതെ വണ്ണം ഈ ഹല്ലേലൂയ നഗ്ന നേത്രങ്ങളെ അടച്ചിട്ട് ആത്മാവിൽ ഒരു കണ്ണുണ്ട്. ഹല്ലേലൂയ. ആ കണ്ണിലൂടെ ഒന്ന് കാണുവാൻ, ഈ ദർശിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ രണ്ട് കരങ്ങൾ ഉയർത്തിയാട്ടെ. എന്നിട്ട് വായു തുറന്ന് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, ഈ മൺകൂടാരത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കുവാനെന്ന് പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ, നിന്റെ ദാസന്മാരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ആത്മാവിൽ നീ തന്ന അധികാരത്തെ ഉപയോഗിച്ച് അവരുടെ കാട്ടത്തികളെ പിഴുതു പോകുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ചവരുടെ ശുശ്രൂഷ മണ്ഡലങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. പൈശാചികന്റെ മേലുള്ള അധികാരം ഇവരിലുള്ള വെളിപ്പെട്ടു വരുവാൻ, ഹല്ലേലൂയ, ഞാൻ ആ പുതപ്പിനെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഈ ജനത്തിന്റെ മേലെ വീശുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഏലിയാവ് എലീശയിലേക്ക് പകർന്നതുപോലെ അഭിഷേകത്തിന്റെ പുതപ്പുകൾ ഈ ജനത്തിന്റെ മേൽ വീഴുവാൻ ഞാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കുക. കൈകളി ഉറക്കെ അടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ